മുഖ്യമന്ത്രിയുടെ പിന്തുണ തേടി തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി നിയമസഭാ സീറ്റ് വർദ്ധിപ്പിക്കാനുള്ള കേന്ദ്ര നീക്കത്തിനെതിരെ രേവന്ത് റെഡ്ഡി പിണറായി വിജയന് കത്തെഴുതി. തെക്കൻ സംസ്ഥാനങ്ങളുടെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായ നീക്കത്തിനെതിരെ ഒന്നിച്ചു നിൽക്കണമെന്നാണ് ആവശ്യം. കെ പി ശ്രീധരൻ വിവരങ്ങളുമായിട്ട്. ശ്രീധരൻ, രേവന്ത് റെഡ്ഡി, പിണറായി വിജയൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ രണ്ടുപേരുകളും കേട്ട് രണ്ടുപേരും തമ്മിലുള്ള ഒരു അനാവശ്യ വിവാദം കൊണ്ടാണ് രേവന്ത് റെഡ്ഡിയുടെ ഒരു വിശേഷണവും അതിനുള്ള മുഖ്യമന്ത്രിയുടെ മറുപടിയുമൊക്കെ ഇപ്പോൾ മറ്റൊരു വിഷയത്തിൽ ഒരുമിച്ച് നിൽക്കണം എന്നാവശ്യപ്പെടുകയാണ്. തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഈ സമൂഹ മാധ്യമങ്ങളിലൂടെയും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിമാരും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന വാർത്തകളൊക്കെ വന്നതാണ്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു പൊതുവിഷയം വരുമ്പോൾ ഒന്നിച്ചു നിൽക്കണം എന്നുള്ള ഒരു ആഹ്വാനത്തിലാണ് രേവന്ത് റെഡ്ഡി മുഖ്യമന്ത്രി പിണറായി വിജയന് കത്തെഴുതിയത്. അതായത് വനിതാ സംവരണ ബില്ലിന്റെ പേരിൽ, വനിതാ സംവരണത്തിന്റെ പേരിൽ നിയമസഭാ സീറ്റ് വർദ്ധിപ്പിക്കാനുള്ള കേന്ദ്ര നീക്കത്തിനെതിരെ ഒന്നിച്ചു നിൽക്കണമെന്നാണ് പിണറായിക്ക് കത്തെഴുതിയിരിക്കുന്നത്. അതായത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു നീക്കമാണ് നടക്കുന്നത്. സാമ്പത്തിക വിഭജനത്തിലും കേന്ദ്രം ഒറ്റപ്പെടുത്തുകയാണ്. ഈ പതിറ്റാണ്ടുകളായിട്ട് ഇത്തരത്തിൽ തെക്ക് വടക്ക് എന്നുള്ള ഒരു വിഭജനം നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഇത്തരത്തിലുള്ള കൂടുതൽ ഈ ഒരു വിഭജനം അല്ലെങ്കിൽ വേർതിരിച്ച് കാണാൻ ആഴത്തിലാക്കുന്നതിനുള്ള നടപടികളാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് ഇദ്ദേഹം രേവന്ത് റെഡ്ഡി കത്തിച്ചത്. ഏതായാലും ഇതിനെതിരെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ശക്തമായിട്ടുള്ള ഒരു പ്രതിരോധം വേണം, അതിനൊന്നിച്ച് നിൽക്കണം ആഹ്വാനം ആവശ്യപ്പെട്ടുകൊണ്ടാണ് രേവന്ത് റെഡ്ഡി കത്ത് അവസാനിപ്പിക്കുന്നത്. ശരി.